I've seen Jesus raise people from the dead. മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. Make the blind to see and the crippled to walk. അന്ധരെ സൗഖ്യമാക്കുന്നത്, നടക്കാൻ വയ്യാത്തവർക്ക് നടക്കുവാൻ പ്രാപ്തി കൊടുക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. The miracles he did in the Bible, he has done it in my life and the life of my people. യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയുണ്ട്. Just like Apostle John told us in the book of John chapter 2. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, ഇന്തോനേഷ്യയിലെ ആ ഗ്രാമത്തിൽ പച്ചവെള്ളം പല സന്ദർഭങ്ങളിലും വീഞ്ഞായി തീരുകയുണ്ടായി. Just like it was in the book of Acts chapter 2. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ Heard the sound of the mighty wind in the building. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളായിരുന്ന ആ ബിൽഡിങ്ങിനകത്ത്, ആ ചർച്ചിനകത്ത് ഒരു വലിയ കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. And the Lord Jesus sent us the Holy Spirit and fire. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അഗ്നിയെയും അയക്കുവാൻ യേശു സന്നദ്ധനായി. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഇത് വിശേഷപ്പെട്ട ഒരു എപ്പിസോഡാണ്. നമ്മോടുകൂടെ കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ മേൽറ്റാരി അവറുകളുണ്ട്. ഏകദേശം 60-ലധികം വർഷങ്ങളായിട്ട് കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ഇന്തോനേഷ്യയിലെ ഒരു ചെറിയ ദ്വീപാകുന്ന ടിമൂർ ഐലൻഡ്സിൽ നിന്നാണ് ലോകരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തത്. ഏകദേശം 61 വർഷങ്ങൾക്ക് മുന്നമേ ടിമൂർ ഐലൻഡ്സിൽ ഒരു വലിയ ഉണർവുണ്ടായി. ആ സമയത്ത് പപ്പാമേലിന് 19 വയസ്സേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. അന്ന് അവർ കൂടിയിരുന്ന ചേർച്ചിൻ്റെ മുകളിൽ അഗ്നി ഇറങ്ങി, ചേർച്ചിനകത്ത് ഒരു വലിയ കാറ്റടിച്ചു. അതിനാൽ പപ്പാമേൽ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ ലൈക്ക് എ മൈറ്റി വിൻഡ് എന്നാണ്. അങ്ങനെ ഏകദേശം 60-ലധികം വർഷത്തെ ചരിത്രവുമായിട്ട് ഇന്നും കർത്താവിന് വേണ്ടി വളരെ ശക്തമായി ലോകരാജ്യങ്ങളിൽ പ്രയോജനപ്പെടുന്ന പപ്പാ മേൽറ്റാരി അവറുകൾ നമ്മോടുകൂടെയുണ്ട്. നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. നിങ്ങൾ ശ്രവിക്കുവാൻ തയ്യാറാകുക. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ ഇത് പങ്കുവയ്ക്കുവാൻ മനസ്സ് കാണിക്കുക. പപ്പാ മേൽ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us, and this episode is going to bless, I believe, thousands of people around India, and also it will bless people in other nations. As you come from a small village in Timor in Indonesia, yes. And tell us about your childhood. Well, I wish I can speak Malayalam to you, friends, but I'm glad that Pastor Finney is here and he will help me to translate what I'm going to say to you today. First of all, I want to tell you I'm so glad that you're watching this program. ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നതിലുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. And Pastor Finney is helping me to communicate with you what Jesus has done in my life. എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിന്നി സഹായിക്കുന്നു. I grew up in a very poor island. ഒരു വളരെ ദരിദ്രമാകുന്ന ഒരു ചെറിയ ഐലൻഡിലാകുന്നു ഞാൻ ജനിച്ചു വളർന്നത്. And not only it was very poor, but it was very primitive. ഞാനായിരുന്ന ദ്വീപെന്ന് പറയുന്നത് അത് വളരെ ദാരിദ്ര്യമുള്ളൊരു ദ്വീപായിരുന്നു. മാത്രവുമല്ല, അപരിഷ്കൃതമാകുന്ന ദ്വീപായിരുന്നു. Grass roof houses, പുല്ലുകൊണ്ടുള്ള വീടുകളായിരുന്നു അതുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീടുകളുടെ വോളുകൾ എന്ന് പറയുന്നത് ബാമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വോളുകളും മണ്ണുകൊണ്ടുള്ള തറയുമായിരുന്നു ഞങ്ങളുടെ വീടുകൾ. അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. We have no running water, പൈപ്പോ ആധുനികമാകുന്ന സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. and no electricity. വൈദ്യുതി ഉണ്ടായിരുന്നില്ല. So when the sun set, we will go to bed. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോകും. And when the sun rise, we rise and start our day. സൂര്യൻ ഉദിക്കുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങളുടെ ദിവസം ആരംഭിക്കും. So many of you can probably relate to the condition that I grew up in. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ബാല്യകാലത്തുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കണക്ട് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I can relate with the way you live in the villages and wherever you are now.
ഈ സമയത്ത് വില്ലേജുകളിലോ ഗ്രാമങ്ങളിലോ ഒക്കെ താമസിക്കുന്നവരാരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും. ആ സാഹചര്യങ്ങളുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യുവാൻ കഴിയും. But I want to tell you one thing. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. About 60 years ago, I embraced Jesus 60 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. and was filled with the Holy Spirit and His fire. പരിശുദ്ധാത്മാവിനാലും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലും ഞാൻ നിറഞ്ഞു. And since that day, I know 4 things. അന്നു മുതൽ എനിക്ക് 4 കാര്യങ്ങൾ അറിയാം. My sins are forgiven. എന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. God is my Father. പിതാവാകുന്ന ദൈവം എന്റെ പിതാവാകുന്നു. Heaven will be my home. എന്റെ ഭവനം സ്വർഗമാകുന്നു. And the gift of eternal life has been given to me. നിത്യജീവൻ എനിക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. And that is the greatest gift that God has given me, but He wants to give it to you as well. ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് നിത്യജീവനാണ്. അതേ നിത്യജീവനെ തന്നെ നിങ്ങൾക്കും കർത്താവാകുന്ന യേശു നൽകുവാൻ ആഗ്രഹിക്കുന്നു. You see, we all are sinners and we have made mistakes in our lives. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാപമുണ്ട്. നമ്മൾ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാറുണ്ട്. And in this world, if you make a mistake, you will be punished for it. ഈ ലോകത്തിൽ നിങ്ങളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. And since God is a holy God, ദൈവം വിശുദ്ധനാകുന്നതിനാൽ we will be punished for the sins that we have committed. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് വരും. And because of that, we all are in trouble. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ബുദ്ധിമുട്ടിലായിത്തീരും. But the good news is this. എന്നാൽ ഏറ്റവും നല്ല വാർത്ത ഇതാകുന്നു. Jesus came from heaven. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു. Because God so loved the world, loved you, Pastor Finney, and you. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. He sent Jesus and Jesus died in the cross. ജീസസിനെ, യേശുവിനെ അവിടുന്ന് നമുക്ക് വേണ്ടി അയച്ചു. യേശു നമുക്ക് വേണ്ടി ക്രൂശിലൊരു യാഗമായി He തീർന്നു. shed His blood for the forgiveness of our sin. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശു തന്റെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞു. He paid the price for our sins and our mistakes. നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടിയും യേശുക്രിസ്തു വില കൊടുത്തു. Because of that, we and you, all of us, can be forgiven. ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക്, എനിക്ക്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും പാപമോചനം Not only സ്വീകരിക്കുവാൻ will we be കഴിയും. forgiven, നമുക്ക് ക്ഷമ ലഭിക്കുക മാത്രമല്ല, but you can receive eternal life. നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. And heaven will be your home when we finish with this life. സ്വർഗം നിങ്ങളുടെ ഭവനമായി തീരും. And eternal life will be yours, like Pastor Finney and I has received it. നിത്യജീവൻ എന്ന് പറയുന്നത് നിങ്ങളുടേതായി തീരും. എനിക്കും പാസ്റ്റർ ഫിനിക്കും ലഭിച്ചതുപോലെ നിത്യജീവൻ നിങ്ങളുടേതായി തീരും. And so I'm so happy to be able to talk with Pastor Finney and talk with you today. നിങ്ങളോട് സംസാരിക്കുവാൻ ഈ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. So what I'm going to say is this. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, If you haven't embraced Jesus and asked Him into His life, your life, today is the time to do it. യേശുക്രിസ്തുവിനെ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള സുവർണാവസരം. ഇപ്പോൾ യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. I did it 60 years ago. 60 വർഷങ്ങൾക്ക് മുന്നമേ ഞാനത് ചെയ്തു. And the Lord healed me from the malaria that I had for a few years. ചില വർഷങ്ങളായിട്ട് ആ സമയത്ത് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്ന മലേറിയ രോഗത്തിൽ നിന്ന് യേശു എന്നെ സൗഖ്യമാക്കി. And I've never had it again these last 60 years. 60 വർഷങ്ങളായിട്ട് പിന്നൊരിക്കലും ആ രോഗം എന്നെ തൊട്ടിട്ടില്ല. So if you're listening and you're sick in your body, I suggest one thing. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ശരീരത്തിൽ രോഗം അനുഭവിക്കുന്നവരാകുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം നിർദ്ദേശിക്കുവാനുണ്ട്. Embrace Jesus and ask Him to come into your life. യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കുക. Because not only you will receive forgiveness and eternal life, നിങ്ങൾക്ക് ക്ഷമ ലഭിക്കുക മാത്രമല്ല, നിത്യജീവൻ ലഭിക്കുക മാത്രമല്ല, but He can heal you from the disease that you have in your body. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് യേശുവിന് നിങ്ങളെ I വിടുവിക്കുവാൻ have കഴിയും. seen it happen these last 60 years. ഇത് 60 വർഷങ്ങളായിട്ട് ആവർത്തിച്ച് സംഭവിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. I've seen Jesus raise people from the dead, മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. make the blind to see and the crippled to walk. അന്ധരെ സൗഖ്യമാക്കുന്നത്, നടക്കാൻ വയ്യാത്തവർക്ക് നടക്കുവാൻ പ്രാപ്തി കൊടുക്കുന്നത് ഞാൻ The കണ്ടിരിക്കുന്നു. miracles that He did in the Bible, He has done it in my life and the life of my people. യേശുക്രിസ്തു എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ജനത്തിന്റെ നടുവിൽ ചെയ്ത അത്ഭുതങ്ങൾ, അതേ അത്ഭുതങ്ങൾ ചെയ്യുവാൻ So we don't വിശ്വസ്തരാണ്. want to keep this good news for ourselves.
we want to share it with you. ഈ നല്ല വാർത്ത ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് That's why സംസാരിക്കുന്നത്. I'm so happy to be able to share with you, and Pastor Finney translate so you understand the good news that I want you to receive and to share. അതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഈ നല്ല വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ ഈ അവസരം So വിനിയോഗിക്കുന്നു. if you have never asked Jesus into your life, today is the time to do it. ഇപ്പോൾ തന്നെ യേശുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിക്കുക. And you will receive His forgiveness. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ഷമ You will receive സ്വീകരിക്കുവാൻ കഴിയും. eternal life. നിങ്ങൾക്ക് നിത്യജീവൻ സ്വീകരിക്കുവാൻ കഴിയും. And He can give you the bonus of the miracle and the healing that you may need in your life right now. മാത്രവുമല്ല, നിങ്ങൾക്ക് അതോടൊന്നിച്ച് തന്നെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ശാരീരിക സൗഖ്യവും വിടുതലും നൽകി തരുവാൻ യേശു പ്രാപ്തിയുള്ളവനാണ്. So all you need to do now is say, Lord Jesus, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: യേശുവേ, please forgive me all my sins. എന്റെ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. And I invite you to come into my life. യേശുവേ, ഞാൻ അങ്ങയെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറയുക. And if you do so, my friend, അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ today is the day of your salvation. നിങ്ങളുടെ രക്ഷയുടെ സുദിനം ഇന്നാകുന്നു. So I heard about a great revival happened in Indonesia, especially in Timor Islands around 61 years ago. And would you please explain about that revival which happened 61 years ago? Yes. When that revival happened, അവിടെ 61 വർഷങ്ങൾക്ക് മുന്നമേ ഉണർവ് ആരംഭിച്ചപ്പോൾ the Holy Spirit came down just like you may have read or heard of in the book of Acts. അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ വായിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അവിടെ സംഭവിച്ചു. Where we were in our church together, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടുന്ന പ്രെസ്ബിറ്റേറിയൻ ചർച്ചിലായിരുന്നു. having a Bible study and a prayer meeting. അന്ന് സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരു വചന പഠനവും ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. And just like it was in the book of Acts chapter 2, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ heard the sound of the mighty wind in the building. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളായിരുന്ന ആ ബിൽഡിങ്ങിനകത്ത്, ആ ചർച്ചിനകത്ത് ഒരു വലിയ കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. And the Lord Jesus sent us the Holy Spirit and fire. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അഗ്നിയെയും അയക്കുവാൻ യേശു സന്നദ്ധനായി. And from that moment on, the Lord told us to go to all the villages and everywhere to share Jesus with them. അന്നത്തെ ദിവസം തന്നെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്വീകരിച്ച ദിവസം തന്നെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, എല്ലാ ഗ്രാമങ്ങളിലും പോയി എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. And He told me to go all over the world to preach the gospel. മാത്രമല്ല, എന്നോട് കർത്താവ് പറഞ്ഞു, ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കുക. And since then we have seen many miracles. അന്നു മുതൽ ഞങ്ങൾ കാണുന്നു അനേകം അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കാണുവാൻ God കഴിയുന്നു. changed water into wine. യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയുണ്ട്. Just like Apostle John told us in the book of John chapter 2. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, ഇന്തോനേഷ്യയിലെ ആ ഗ്രാമത്തിൽ പച്ചവെള്ളം പല സന്ദർഭങ്ങളിലും വീഞ്ഞായി തീരുകയുണ്ടായി. He raised people from the dead like He did Lazarus in John chapter 11. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസറിനെ കർത്താവാകുന്ന യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ തന്നെ അവിടെ ഇന്തോനേഷ്യയിലെ ഗ്രാമങ്ങളിൽ മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. And we have seen all the miracles that you read in the Bible. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ, ബൈബിളിൽ കാണുന്ന അത്ഭുതങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾക്ക് ആ ഉണർവിൽ കാണുവാൻ കഴിഞ്ഞു. And thousands of us has left the city that the revival started, going all over the world. ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളായിരുന്ന ആ ഉണർവ് സംഭവിച്ച ആ പട്ടണം വിട്ട് മറ്റെല്ലാ ഇടങ്ങളിലേക്കും ലോകരാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുവാൻ തുടങ്ങി. That is why I have come to your beautiful country, India. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ നിങ്ങളുടെ അരികിൽ കടന്നു വന്നത്. But I can't meet everybody. എന്നാൽ എല്ലാവരെയും കണ്ടുമുട്ടുവാൻ കഴിഞ്ഞില്ല. But we translated my book into Malayalam. എന്നാൽ ഒരു വലിയ അത്ഭുതം ഇപ്പോൾ സംഭവിക്കുകയാണ്. ലൈക്ക് എ മൈറ്റി വിൻഡ് എന്നുള്ള പുസ്തകം ഇപ്പോൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Pastor Finney will let you know where you can find it, so you can read it and you know about this living Jesus that loves you. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയിക്കുന്നതായിരിക്കും. ആ പുസ്തകത്തിനകത്ത് ഇന്തോനേഷ്യയിൽ നടന്ന ആ ഉണർവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. Through this interview today, this broadcast today, we want to tell you the story that Jesus is alive and He loves you.
ഈ ഒരു ആശയവിനിമയത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാനാ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, യേശു ക്രിസ്തു എന്നും അത്ഭുതങ്ങൾ So ചെയ്യുന്നു. look, do what I have done and what Pastor Finney and many others have done. എന്താണ് ഞങ്ങൾ ചെയ്തത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. Ask Jesus to come into your life യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക. and embrace Him. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. And He will fill you with the Holy Ghost and fire. യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ തീയാലും നിറയ്ക്കും. Your life will never be the same again. നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആയിരിക്കുകയില്ല. In this life, He will bless you. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ He will അനുഗ്രഹിക്കും. transform you. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. He will give you peace. നിങ്ങൾക്ക് സമാധാനം നൽകി He തരും. can heal you from your sickness. രോഗങ്ങളിൽ നിങ്ങളെ സൗഖ്യമാക്കും. He can bless you in your work and bless your family. നിങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. But the best part of all, എന്നാൽ അതിനേക്കാൾ എല്ലാം ഒരു ഏറ്റവും നല്ല when കാര്യം, you and we died, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ heaven will be our home. സ്വർഗം നമ്മുടെ വീടായിത്തീരും. And we will live eternity with God. നമ്മൾ നിത്യത യേശുവിനോടൊപ്പം ചിലവഴിക്കും. Pastor Finney, I'm so glad that we have the opportunity to share with our friends out there. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ആഫ്റ്റർ യുവർ ഇൻഡോനേഷ്യൻ റിവൈവൽ എക്സ്പീരിയൻസ് യു സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടു ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ആൻഡ് ജസ്റ്റ് ഗിവ് us a glimpse about your ministry after the Indonesian revival. Well, since then, this last 60 years, കഴിഞ്ഞുപോയ 60 വർഷങ്ങളായിട്ട് I have traveled to practically every country in the world but one or two. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, 1-2 രാജ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും ഞാൻ യാത്ര ചെയ്യുകയുണ്ടായി. And you see, in the natural, that is impossible to do. അത് നമ്മൾ സാധാരണമായി ചിന്തിക്കുകയാണെങ്കിൽ അസാധ്യമാകുന്ന ഒരു കാര്യമാണ്. Because you need money to travel to the nations. കാരണം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ്. You need to know people in those countries that will invite you or want you to come and share. ആ രാജ്യങ്ങളിലെ ആളുകളെ നമുക്കറിയണം, അവർ നമ്മളെ ക്ഷണിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചെങ്കിൽ എനിക്ക് അവിടെ പോകാൻ കഴിയത്തുള്ളൂ. And also 50 years ago, when the Lord told me to go to America, I couldn't speak English like I am now. 50 വർഷങ്ങൾക്ക് മുന്നേ എന്നോട് കർത്താവ് അമേരിക്കയിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ അന്നെനിക്ക് ഇന്ന് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. But when I get to America, my translator didn't show up. He forgot. ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുവാനുള്ള വ്യക്തി അവിടെ കടന്നു വന്നില്ല. Instantly, God gave me the ability to speak in English, to communicate with people that came to the meeting that day. അന്ന് ആ മീറ്റിംഗിൽ വന്നവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാപ്തിയെ ഒരു നിമിഷം കൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകി തന്നു എന്നുള്ളൊരു ഒരു അത്ഭുത ചരിത്രമായിട്ട് ഇന്നും തുടരുകയാണ്. കർത്താവ് അങ്ങനെയാണ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. And since then, wherever I go all over the world, I spoke in English, and if I don't understand their language, like Malayalam, I have Pastor Finney here to help me. അന്നു മുതൽ ഞാൻ ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, അവിടെ പരിഭാഷകരുണ്ട്, അവർ എന്നെ സഹായിക്കുന്നു. ആൻഡ് ബൈ ദ വേ, വാട്ട് ഈസ് യുവർ മദർ ടങ്? Indonesian. Indonesian. So in Timor Islands, you spoke Indonesian. Well, everybody in the country spoke Indonesian, but if you're in Timor, there's Timorese language and other tribal language. So. Okay. So the particular place from where you come, so in that place, most of the people spoke in Indonesian. Yes, but some people don't. But they speak their tribal language. Tribal language. So different languages are there. Do you have any tribal language which you know? Oh yeah, many of them. Many of them. So in that way, you speak more than 2-3 languages. Oh yes, yes. Indonesian, you can speak in Indonesian, and also you can speak in other few tribal languages. Yes. Wow, beautiful. പപ്പമ്മയിൽ ജനിച്ചു വളർന്ന ആ സാഹചര്യത്തിൽ ഇന്തോനേഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്തോനേഷ്യൻ. ദാറ്റ് ലാംഗ്വേജ് ഈസ് കോൾഡ് ആസ് ഇന്തോനേഷ്യൻ. Yes, Indonesian language. ഓക്കെ. സോ ഇന്തോനേഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു മദർ ടങ് എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ മറ്റ് ട്രൈബൽ ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു, ലോക്കൽ ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. ആൻഡ് യുവർ ബർത്ത് പ്ലേസ് ഓർ യുവർ ലോക്കൽ വില്ലേജ്, ദ നെയിം ഓഫ് യുവർ ലോക്കൽ വില്ലേജ്? Nikiniki. നിക്കനിക്കി. സോ നിക്കനിക്കി എന്ന് പറയുന്ന ആ വില്ലേജിൽ പല ട്രൈബൽ ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. അതിൽ ചില ട്രൈബൽ ലാംഗ്വേജുകൾ പപ്പാമേലിന് അറിയാമെന്നാണ് പറഞ്ഞത്. ഇന്തോനേഷ്യൻ ലാംഗ്വേജ് അറിയാമായിരുന്നു. അതായിരുന്നു തുടക്കം എന്ന് പറയുന്നത്. ദെൻ വാട്ട് വാസ് ദി നോളജ് ഓഫ് ഇംഗ്ലീഷ് ഇൻ യുവർ ലൈഫ് വെൻ യു സ്റ്റാർട്ടഡ് ഗോയിങ് ടു സ്കൂൾ? Whether you learned English that time? You learn a little bit in high school, but just like
most high school, after you learn for 3 years, you may understand a little bit, but really it's not enough to be able to communicate fluently with people. So, അല്പം മാത്രമായിരുന്നു ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടുത്തെ ഹൈസ്കൂൾ വരെ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല. ആ നിലയിലുള്ള ഒരു ഇംഗ്ലീഷ് നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So God has to supernaturally give it to me, and I'm glad He did. സോ അതുകൊണ്ട് കർത്താവ് എനിക്കത് പ്രകൃത്യാതീതമാകുന്ന നിലയിൽ തരേണ്ടിയിരുന്നു. കർത്താവ് എനിക്ക് നൽകി തന്നു. ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഒരു അത്ഭുതം സംഭവിച്ചാണ് ഇംഗ്ലീഷിൽ ഞാൻ അവരോട് എന്തുകൊണ്ട് കർത്താവ് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോകവ്യാപകമായി സഞ്ചരിക്കുവാനും മില്യൺസ് ഓഫ് ആളുകളോട് ആശയവിനിമയം നടത്തുവാനും ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് എനിക്ക് ഗിഫ്റ്റ് ഓഫ് ലാംഗ്വേജ് നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് എ മൈറ്റി വിൻഡ് എന്നുള്ള പുസ്തകം ഞാൻ ഇംഗ്ലീഷിൽ എഴുതുകയുണ്ടായത്. മലയാളത്തിലേക്ക് ഇപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ലൈക്ക് എ മൈറ്റി വിൻഡ്, വെൻ യു റോഡ് ലൈക്ക് എ മൈറ്റി വിൻഡ്, ഇനിഷ്യലി you published it, several times you published it. So I think 10-15 times it was republished. Not really. It's more than that. More than that. It has been translated into over 50 languages. 50 languages, translated to more than 50 languages. 50-ladhigam languages. All these last 50 years. Millions of books has been published. Millions. Do you know the number of copies sold? Millions. My publisher probably counted, but I don't have time to count on that because I want my time to tell people about Jesus. That is insignificant. But it's not important. It's not important, but I believe that millions of copies were sold all around the world. This last 50 So, years. like a mighty wind, എന്നുള്ള ആ പുസ്തകമാണ് വളരെ വിപ്ലവകരമാകുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പപ്പാമേല് ആ പുസ്തകം എഴുതിയതിന് ശേഷമായിട്ട് അതിൻ്റെ ദശലക്ഷക്കണക്കിന് കോപ്പികൾ ഇംഗ്ലീഷിൽ ചിലവാകുകയുണ്ടായി. മാത്രമല്ല 50-ലധികം ഭാഷകളിലേക്ക് ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തു, പരിഭാഷപ്പെടുത്തി. ഇപ്പോൾ അത് ഹിന്ദിയിലേക്കുള്ള ട്രാൻസ്ലേഷൻ അത് പൂർത്തിയാക്കി. മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ഓൾസോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു തെലുഗു. In Tamil, the translation. Tamil. They're translating into Tamil now, and you are working on the Hindi part of it. And the most important part is that this is just a way to share Jesus with the people that might not have the ability to understand or read in English, and I'm grateful for that. That's right. So, ഈ പുസ്തകം ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. And Like a Mighty Wind is considered the most classic book in the world in this last century and this century that explain about the power of God and the work of the Holy Spirit in our generation. ദൈവശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും നമ്മുടെ ഈ തലമുറയിൽ വിശദീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ ഇടയിൽ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് ലൈക്ക് എ മൈറ്റി വിൻഡിനെ ചരിത്രകാരന്മാർ കാണുന്നത്. അത്തരത്തിൽ പ്രാധാന്യമുള്ളൊരു പുസ്തകമാകുന്നു ലൈക്ക് എ മൈറ്റി. And that is why I appreciate you interview me today, because I want our friends there to also hear and know about the Jesus that loves them and the Holy Spirit that want to empower them. So അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് സന്തോഷിക്കുന്നത്. ഈ പുസ്തകം തദ്ദേശ ഭാഷകളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. മാത്രവുമല്ല നിങ്ങൾക്ക് അത് മുഖാന്തരമായിട്ട് യേശുവിനെ അടുത്തറിയുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. So then you received an leading from the Holy Spirit to write the book. So what was that experience? How did that become possible? Well, a friend in America 52 years ago, when he heard my testimony, he said to me, God wants you need to write a book to tell your testimony. 52 വർഷങ്ങൾക്ക് മുന്നമേ എൻ്റെ സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, എൻ്റെ സാക്ഷ്യം കേട്ടതിന് ശേഷം ഈ സാക്ഷ്യം ഒരു പുസ്തകമാക്കണം. But I said to him, I'm not a writer, I've never published a book, but you are. If you said the Lord wants you to do it, why don't you help me? So he did, and Like a Mighty Wind was born.
ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു എഴുത്തുകാരനല്ല, എന്നെക്കൊണ്ടത് സാധ്യമല്ല. എന്നാൽ എന്നോട് പറഞ്ഞ ആ സുഹൃത്തിനോട് പറഞ്ഞു, താങ്കൾക്ക് എഴുതുവാനുള്ള പ്രാപ്തി ഉണ്ടല്ലോ, താങ്കൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തുക, ഒരു ശ്രമം നടത്തുക എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് തയ്യാറായി. അങ്ങനെയാണ് ലൈക്ക് എ മൈറ്റി വിൻഡ് എന്നുള്ള പുസ്തകം പുറത്തു വരുവാൻ ഇടവന്നത്. The life of millions all over the world this last 50 years. കഴിഞ്ഞുപോയ 50 വർഷക്കാലം ദശലക്ഷക്കണക്കിന് ആളുകളെ ലോകവ്യാപകമായിട്ട് സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ലൈക്ക് എ മൈറ്റി വിൻഡ്. But now with the translation in Malayalam, now I have you friends that can also have access unto the story, the testimonies, and who Jesus is and the power of God that is available to you. മലയാളത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അത്ഭുതകരമാകുന്നൊരവസരം ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിനെ അടുത്തറിയുവാൻ, യേശുക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനുള്ള അത്ഭുതാവസരം ഈ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ പ്രത്യേകം നന്ദി. പ്രക്ഷേപണം കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകിച്ച് പാസ്റ്റർ ഫിന്നിയോട് നന്ദി അറിയിക്കുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും ഉത്സാഹിപ്പിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുക. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി രൂപാന്തരപ്പെട്ടിരിക്കും. ഈ ഭൂമിയിലെ ഈ താൽക്കാലിക ജീവിതത്തിൽ മാത്രമല്ല, വരാൻ പോകുന്ന നിത്യത നിങ്ങളുടെ സ്വന്തമായി തീരുവാൻ പോകുന്നു. Amen. So I request Papa Mel to pray for our dear viewers. Father, in the name of Jesus. Oh, hallelujah. I pray for all my friends that are listening to the broadcast. Let them receive you into their life. And let them to embrace the Holy Spirit. Yes, Lord Jesus. And whatever miracle and healing that they need in their bodies, I pray and said in the name of Jesus, be healed. Yes, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. Walk with him the rest of your days. Amen. Hallelujah. And if you receive a miracle today and you accept Jesus into your life, കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ചു എങ്കിൽ, ഒരു അത്ഭുതം നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചു എങ്കിൽ, contact Pastor Finney here. തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടുക. And tell him what God has done. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുക. Because we believe Jesus Christ is the same yesterday, today and forever. യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And like he has done all over the world these last 50 plus years. 50-ലധികം വർഷം ലോകം മുഴുവൻ യേശു ചെയ്തതുപോലെ, and this last 2000 years for that matter, 2000 വർഷങ്ങളായി യേശു ചെയ്തതുപോലെ, God want to bless you. അതേ നിലയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. And so open your heart. നിങ്ങളുടെ ഹൃദയം തുറക്കുക. Again, thank you for listening. ആമേൻ. ഈ പ്രക്ഷേപണം കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഈ പ്രക്ഷേപണം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ മനസ്സ് കാണിക്കണമേ എന്ന് വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. മാത്രവുമല്ല, ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.